സംസ്ഥാനത്തെ ഏറ്റവും ഉയരവും നീളം കൂടിയതുമായ ആക്കുളം ഗ്ലാസ് പാലം സുരക്ഷിതമല്ലെന്ന് കോഴിക്കോട് NITയിലെ വിദഗ്ധ സംഘം. നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനിടെ 2 തവണയാണ് ഗ്ലാസ് സ്ലാബ് പൊട്ടിയത്. തുടർന്ന് നടത്തിയ പഠനത്തിലാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ ഗ്ലാസ് പാലം സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തൽ. പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വലിയ നേട്ടമായി കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് പറഞ്ഞാണ് ആക്കുളം കണ്ണാടിപ്പാലത്തിന്റെ പണികൾ തുടങ്ങിവച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും ഉയരവും നീളം കൂടിയതുമായ കണ്ണാടിപ്പാലമാണ് ആക്കുളത്തേത്. 75 അടി നീളമുണ്ട്, 50 മീറ്റർ ഉയരവും. കഴിഞ്ഞ മാർച്ചിലായിരുന്നു പാലത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഉദ്ഘാടനത്തിന് മുൻപേ പാലത്തിൽ 2 തവണ വിള്ളലുകൾ കണ്ടെത്തി. വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കിയ ഗ്ലാസ് പാലത്തിൽ ആദ്യം വിള്ളലുകൾ കണ്ടെത്തിയപ്പോൾ സാമൂഹ്യവിരുദ്ധർ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചുപൊട്ടിച്ചതാണെന്നായിരുന്നു അധികൃതരുടെ പരാതി. തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി പാലം അടച്ചു. ഗ്ലാസ് പാളികൾ മാറ്റി സ്ഥാപിച്ചു. എന്നാൽ ഗ്ലാസ് സ്ലാബുകൾ വീണ്ടും പൊട്ടി. അധികൃതർ അത് മറച്ചുവെച്ചു. അനുഭവ പരിചയമില്ലാത്ത സ്ഥാപനത്തെ നിർമ്മാണ കരാർ ഏൽപ്പിച്ചതും വലിയ ചർച്ചയായിരുന്നു. ഇതോടെ ചില്ലുപാലം സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നതിന് മുൻപ് ഒരു ഉന്നതതല സമിതി രൂപീകരിച്ച് പരിശോധന നടത്താൻ സർക്കാർ തീരുമാനിച്ചു. പിന്നീട് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. കോഴിക്കോട് NITയിലെ വിദഗ്ധരും ചെന്നൈയിൽ നിന്നുള്ള സംഘവും 2 തവണ പരിശോധന നടത്തി. തുടർന്ന് കോഴിക്കോട് NITയിലെ വിദഗ്ധ സംഘത്തിന്റെ പഠന റിപ്പോർട്ടിലാണ് ഗ്ലാസ് പാലം സുരക്ഷിതമല്ലെന്ന കണ്ടെത്തൽ. റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. സന്ദർശകർക്ക് ആക്കുളം തടാകത്തിന്റെയും എയർഫോഴ്സ് മ്യൂസിയത്തിന്റെയും ഒക്കെ കാഴ്ചകൾ ആസ്വദിക്കാവുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം ഇതോടെ വീണ്ടും അനിശ്ചിതത്വത്തിലാവുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.